ഇന്നത്തെ കത്ത് വായിക്കാം. എവിടെ നിന്നാണ്? ആദർശാണ്, കോയമ്പത്തൂരിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ PG കഴിഞ്ഞ് 2 വർഷമായി. അതിനനുസരിച്ചുള്ള ജോലി ആയിട്ടില്ല. ഉള്ള ജോലിയിൽ ഒട്ടും തൃപ്തനല്ല. എനിക്ക് പുരോഗതിയുള്ള ജോലി ജീവിതം ഉണ്ടാകുമോ? പുരോഗതിയുള്ള ജീവിതം ഉണ്ടാവുമോ, പുരോഗതിയുള്ള ജോലി ഉണ്ടാവുമോ, പുരോഗതി ഉണ്ടാവുമോ? എല്ലാം ഉണ്ടാവും എന്ന് തീർച്ചയായിട്ടും പറയാവുന്ന ഗജകേസരി എന്ന യോഗനില. അതും പൂർണ്ണമായ ഗജകേസരി യോഗം. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4-ാമത്തെയും 7-ാമത്തെയും 10-ാമത്തെയും രാശിയിൽ വ്യാഴഗ്രഹം സ്വീകരിച്ചു നിന്ന അതിനെ കേസരി, ഗജകേസരി എന്ന യോഗങ്ങളാവും. ചന്ദ്രാൽ 10-ാം രാശിയിൽ നിൽക്കുന്നത് ഗജകേസരി യോഗം, പൂർണ്ണമായിട്ടുള്ള ദീർഘായുസ് യോഗങ്ങൾ. അതായത് 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ച് കാണപ്പെട്ട അല്ലെങ്കിൽ ആ കാലഘട്ടം വരെ ആയുസ്സോടെ ഇരിക്കുന്ന യോഗം, 1000 പൂർണ്ണചന്ദ്രനെ കാണാനുള്ള യോഗം എന്നും, ഇനി കണ്ടാലും കണ്ടില്ലേലും അത്രയും കാലഘട്ടം, അതായത് 83.5-84 വയസ്സ് വരെയാണ് അതിൻ്റെ ആയുസ് പറയുന്നത്. അപ്പോൾ ദീർഘായുഷ്മാൻ ആയിട്ടും ഒരു സംഘത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു ആവിഷ്കാരത്തിൻ്റെയോ ഒരു സംഘ നേതൃത്വത്തിൻ്റെയോ ഒരു ആപ്തവാക്യത്തിൻ്റെയോ ഒരു സമരമുറയുടെയോ ജനനന്മകൾ കണ്ടുകൊണ്ട് അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന വീരപുരുഷന്മാരായി നിൽക്കുന്നവരോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ തലപ്പത്ത് എത്തിച്ചേരുന്ന യോഗമാണ്. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു വകുപ്പിൻ്റെയോ ഒരു ആദർശത്തിൻ്റെയോ ഒരു ജനങ്ങളുടെയോ ഒരു വലിയ പിന്തുണയോടുകൂടി സാമ്പത്തികപരമായും തൊഴിൽപരമായും സംഘടിതപരമായും ആരോഗ്യപരമായും ഉല്ലാസപരമായും ഈശ്വരാനുഗ്രഹപരമായും ജനഹൃദയങ്ങളിലെ കണ്ണിലുണ്ണിയായും മനുഷ്യന് പ്രയോജനകരമായ അവസ്ഥകളിൽ വ്യാപൃതനായും 1000 പൂർണ്ണചന്ദ്രനെ കാണത്തക്ക ദീർഘായുസ്സോടു കൂടിയും ഭാര്യ മക്കൾ എന്നിവരാൽ അലങ്കൃതീനായും സൗഭാഗ്യവാനായും ഇരിക്കുന്ന ഒരു യോഗമാണ് ഗജകേസരി യോഗം. ഒരു ദുഷ്ടമൃഗങ്ങളുടെ അല്ലെങ്കിൽ ആന മുതലായ ദുഷ്ടമൃഗങ്ങളുടെ മസ്തകം തല്ലിപ്പൊട്ടിച്ച് അതിനെ കീഴ്പ്പെടുത്തുന്ന ഒരു സിംഹത്തിൻ്റെ യോഗമായും, ഒരു വനത്തിൽ മറ്റ് മൃഗങ്ങളുടെ മേലെ ആധിപത്യത്തോടു കൂടി മതിച്ചുല്ലസിച്ച് കിടക്കുന്ന സിംഹത്തിൻ്റെ റോളായും, ദുഷ്ടതയെ തല്ലിയുടച്ച് ശിഷ്ടന്മാർക്ക് സന്മാർഗം വീതിച്ചു കൊടുക്കുന്ന മനുഷ്യ നേതാവായും ഒക്കെ ഈ ഗജകേസരി യോഗത്തെ കാലാകാലങ്ങളിലായി നമുക്ക് വിവരിക്കാം, വർണ്ണിക്കാം. ഏതായിരുന്നാലും എന്തിൻ്റെയോ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുകയും ജോലിയാണെങ്കിൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ജോലി വരെ ലഭിക്കാനുള്ള യോഗം ഉണ്ട്. ജനങ്ങൾക്ക് വേണ്ടി, യൂണിയന് വേണ്ടി, അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി, പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിക്കാനുള്ള യോഗങ്ങളും എല്ലാം ഈ ഗജകേസരി യോഗത്തിലുണ്ട്. ആ ഒറ്റ കാരണത്താൽ എല്ലാവിധ ഭാഗ്യങ്ങളും വേറെ വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. ആയുഷ്കാലം വ്യാഴഗ്രഹത്തെ പ്രീതിപ്പിക്കുക, വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുവിന് പാൽപ്പായസ നിവേദ്യം, പുഷ്പാർച്ചനകൾ നടത്തുക, ആയുഷ്കാലം പുഷ്യരാഗം ധരിക്കുക, മഞ്ഞവസ്ത്രങ്ങൾ അണിയുന്നത് ഭാഗ്യകരമാണ്. ശുഭവേളകളിൽ മഞ്ഞവസ്ത്രങ്ങൾ ധരിക്കുക, ശുഭകർമ്മങ്ങൾ ചെയ്യുമ്പോൾ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക, വ്യാഴ മന്ത്രങ്ങൾ ദേവാനാംച ക്ഷീണാഞ്ച എന്നുള്ള സ്തോത്രങ്ങൾ ചൊല്ലി വ്യാഴാഴ്ച ദിവസങ്ങളിൽ സാധുക്കൾക്ക് അന്നദാനം ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്ത് കൂടുതൽ
പരിപോഷിപ്പിക്കാവുന്നതാണ് ഈ ഗജകേസരി യോഗം. നല്ല നിലയിലുള്ള ജീവിത രീതികൾ വന്ന് നല്ല ജോലിയൊക്കെ കിട്ടി ഇതും പ്രകാരമൊക്കെ ആയി എന്ന് കണ്ടാൽ വീണ്ടും ദേവാമത്തിലോട്ട് കത്തെഴുതുക.